രാജ്യതലസ്ഥാനത്ത് GST 2 സ്ലാബായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് നമ്മോട് പറയാൻ വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വില കുറയുമെന്നുള്ള ആശ്വാസകരമായ വാർത്തയോടെ നമുക്ക് തുടങ്ങാം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും എസ് കെയിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് സമൂഹത്തിലെ മധ്യവർഗത്തിന് വലിയ ഉപകാരപ്രദമാകുന്ന തരത്തിൽ തന്നെയാണ് GSTയിലെ ഇളവ് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 99% സാധനങ്ങൾക്കും 5%ത്തിലേക്ക് നികുതി കുറവ് വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പാലുൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ വലിയ ഇളവുണ്ട്. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞത് ഇന്നു മുതൽ ഉത്തരേന്ത്യയിലൊക്കെ ഈ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലേക്കും ഈ GST ഇളവിലൂടെ മധുരം എത്തിക്കുകയാണ് താനെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഗുണം രാജ്യത്തെ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് യുവാക്കൾക്ക്, മധ്യവർഗത്തിന്, ഇങ്ങനെ എല്ലാവർക്കും ഇതിന്റെ ഒരു ഗുണം അത് ഒരേപോലെ തന്നെ ആയിരിക്കും എത്തുക. ഒരു രാജ്യം ഒരു നികുതി എന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കാരമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ആ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരടക്കം അത്തരം കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനമൊക്കെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ നികുതിയിലുണ്ടായിരിക്കുന്ന വലിയ ഇളവ് വലിയ ആശ്വാസകരം തന്നെയാണ്. ഒപ്പം നമ്മൾ നിത്യോപയോഗമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതിനൊക്കെ ഈ ഇളവുണ്ടാകുന്നത് ഒരു കുടുംബ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരം തന്നെയാണ്. ഒപ്പം തന്നെ നമുക്ക് ഒരു സേവിങ് എന്ന തരത്തിലേക്ക് ആ തുക മാറ്റിവെക്കാനൊക്കെ തന്നെ കഴിയുമെന്ന് ഇന്നലെ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 28% സ്ലാബുകൾ, അതായത് 12%, 28% സ്ലാബുകൾ എടുത്തു കളഞ്ഞതോടെ ഭൂരിഭാഗം നിത്യോപയോഗ സാധനങ്ങൾക്കും കാര്യമായിട്ടുള്ള വിലക്കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ് തുടങ്ങി, ഒപ്പം ചപ്പാത്തി, പൊറോട്ട, ഗൃഹോപകരണങ്ങൾ, ഈ ചെറു കാറുകൾ എന്നിവയ്ക്കൊക്കെ തന്നെ കാര്യമായിട്ടുള്ള വിലക്കുറവ് ഉണ്ടായിരിക്കുകയാണ്. ഒപ്പം 36 അവശ്യ മരുന്നുകൾക്കും ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകൾക്കും ഈ GST പൂർണ്ണമായി ഒഴിവാക്കിയത് വലിയ ആശ്വാസകരം തന്നെയാണെന്നും അഭിപ്രായമുണ്ട്. ഈ കാർഷിക, വിദ്യാഭ്യാസ, നിർമ്മാണ മേഖലകളിലും GST പരിഷ്കാരം പ്രകടമായതോടെ അത് വലിയ മാറ്റം തന്നെയായിരിക്കും ആ മേഖലകളിൽ ഉണ്ടാക്കുക. 12% സ്ലാബിലുണ്ടായിരുന്ന 99% ഉൽപ്പന്നങ്ങളും 5%ത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് ഒരു സമ്പാദ്യ ഉത്സവം എന്ന തരത്തിൽ തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി അക്കാര്യങ്ങളെയൊക്കെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. GSTയുടെ ഇടയിൽ ഈ അരുണാചൽ പ്രദേശിൽ ഭൂചലനം ഉണ്ടായതായിട്ട് വിനീത ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. റിക്ടർ സ്കെയിലിൽ ചെറിയ 3.2 എന്തോ മറ്റോ തീവ്രത മാത്രമേ ഉള്ളൂ. ഭയപ്പെടുത്താൻ ഒന്നുമില്ലെങ്കിൽ പോലും, ഭയക്കാനുള്ള കാര്യമൊന്നുമില്ലെങ്കിൽ പോലും, എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? എസ് കെ, ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 3.2 തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ 4-ന് മുകളിലേക്ക് വരുമ്പോഴാണ് അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ തന്നെ മാറുന്നത്. ഇതൊരു നേരിയ ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിൽ മാത്രമുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലേക്ക് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എസ് കെ, ഓക്കെ, താങ്ക് യു വിനീത വിജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.